അനുമോളുടെ മെയിൻ പി ആർ എന്ന് പറയുന്നത് ഈ അക്ബറും അപ്പാനിയും ഈ പറഞ്ഞ ബുള്ളിംഗ് ഗ്യാങ്ങിലെ ഈ 6 പേരുമാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7. എന്തായാലും ജയിലിലായിരിക്കുന്നത് നമ്മളുടെ അനീഷും അനുമോളുമാണ്. ജയിലിലെ അത്ര വലിയ ശിക്ഷയൊന്നും പറയാൻ പറ്റത്തില്ല. എന്നാലും ബിഗ് ബോസ് അത്യാവശ്യം ശിക്ഷയൊക്കെ കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ജിസേലിനൊന്നും കൊടുത്തതുപോലുള്ള വലിയ മാരകമായ ടാസ്കുകളോ കാര്യങ്ങളോ ഒന്നുമല്ല. എന്നാലും ചെറിയ രീതിയിൽ പണിഷ് ചെയ്തിട്ടുണ്ട്. എന്നാലും അവരുടെ ജോലികൾ വൃത്തിയായിട്ട് ചെയ്യുന്നുമുണ്ട്. എന്തുകൊണ്ടാണ് ഒരു ഗെയിം പോലും കളിക്കാതെ ഒരു ടാസ്കിൽ പോലും വിജയിക്കാത്ത അനുമോൾ എന്ത് ഗെയിമർ ആണെന്ന് ചോദിക്കുന്നുണ്ട്. അവിടെയാണ് ഇവർക്കെല്ലാം തെറ്റുന്നത്. അനുമോൾ വലിയൊരു ഗെയിമർ ആണെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഈ പറഞ്ഞ ഞാനും പറഞ്ഞിട്ടില്ല വലിയൊരു ഗെയിം പ്ലെയർ ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. മൈൻഡ് ഗെയിമാണിത്. അവിടെയുള്ള പലരുടെയും മൈൻഡ് ഔട്ടായപ്പോഴത്തേക്ക് അവിടെ കയറി വരുന്നത് ആരാണ്? അനുമോളാണ്. അതിന് കാരണം ഒരാളെ തന്നെ കോർണർ ചെയ്യുക. 5-6 പേര് ചേർന്നിട്ട് ഒരാളെ കോർണർ ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ളവർ മിണ്ടാതിരിക്കുക. ഈ കോർണർ ചെയ്യുന്നത് കണ്ടിട്ട് ബാക്കിയുള്ളവർ മിണ്ടാതിരിക്കുക. സഹിക്കുന്നതിനും അപ്പുറം കോർണർ ചെയ്ത് കഴിയുമ്പോൾ ഈ വോട്ടാണല്ലോ എല്ലാം തീരുമാനിക്കുന്നത് ബിഗ് ബോസിൽ. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും? ഈ വീട്ടിലിരുന്ന് ഈ ടെലിവിഷനിൽ കാണുന്ന പ്രേക്ഷകരും ലൈവ് കാണുന്നവരും ഈ ഒരാഴ്ചയോളം ലൈവ് കണ്ടവരും എല്ലാം അവരുടെ മനസ്സിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, അനുമോളെ പുറകിൽ നടന്ന് ഈ ബുള്ളിംഗ് ടീം ടോർച്ചർ ചെയ്യുന്നത് കണ്ടിട്ട്. ബുള്ളിംഗ് ടീം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും ആരൊക്കെയാണെന്നുള്ളത്. അക്ബർ, അപ്പാനി, ആര്യൻ, ജിസേൽ, രണ, ഈ 5 പേരാണ് ബുള്ളിംഗ് ടീമിലെ മെയിൻ ആൾക്കാർ. ഇവരാണ് ഒരു റാണിയെ അവിടെ വാഴിക്കാൻ ശ്രമിക്കുന്നത്. ബിഗ് ബോസിലെ ഒരു റാണിയായിട്ട് ഇനിയും കുറച്ച് ദിവസം കൂടി ഇതിങ്ങനെ തുടരുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബിഗ് ബോസിന്റെ കപ്പ് ഈ റാണിയുടെ കയ്യിൽ എടുത്ത് കൊടുത്താൽ മതി. അതിപ്പം ടാസ്ക് കളിച്ചിട്ടാണോ അല്ലെങ്കിൽ മൈൻഡ് ഗെയിം കളിച്ചിട്ടാണോ എന്നുള്ളൊന്നും വിഷയമല്ല. നേരത്തെ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കൂടുതലും ആണുങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ആണുങ്ങളെ വെച്ചാൽ കഴിഞ്ഞ ഒരുപാട് സീസണുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. റോബിനെ ഇതുപോലെ ടാർഗറ്റ് ചെയ്തിരുന്നു, രജിത് സാറിനെ ഇതുപോലെ ടാർഗറ്റ് ചെയ്തിരുന്നു. അവരെല്ലാം ജനങ്ങളുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് ഇടം നേടിയിരുന്നു. ഇപ്രാവശ്യം അതൊരു ലേഡി ആയി പോയി എന്ന് മാത്രമേ ഉള്ളൂ. അത് അനുമോളായി പോയെന്ന് മാത്രമേ ഉള്ളൂ. ചെറിയൊരു മാറ്റം മാത്രം. അതുകൊണ്ട് എന്താണ്, വെളിയിൽ സപ്പോർട്ട് കൂടിക്കൊണ്ടേയിരിക്കും. ഒരാളെ കോർണർ ചെയ്ത് ഇങ്ങനെ തന്നെ ഒരാളെ കോർണർ ചെയ്ത് ഹരാസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും വെളിയിൽ സപ്പോർട്ട് കൂടും. ഇത്രയും ഷോ കണ്ടിട്ടും ബിഗ് ബോസ് എന്ന ഷോ ഒക്കെ കണ്ട് പഠിച്ചിട്ട് പോയ പലരും അവിടെ ഇപ്പോൾ ഔട്ട് ഓഫ് കവറേജ് ആയിട്ട് നിൽക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നുവെച്ചാൽ അവർക്ക് എന്തുകൊണ്ട് ഇത് മനസ്സിലാകുന്നില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അത് പറയാൻ കാര്യം, അക്ബറും അപ്പാനും കൂടെ സംസാരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. നിങ്ങൾ കേട്ട് കാണും. എന്താന്ന് വെച്ചാൽ ഇവിടുത്തെ ഏറ്റവും നല്ല ബെസ്റ്റ് പ്ലേയേഴ്സ് നമ്മളാണെന്ന്. ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവരുടെ തോന്നൽ ഇതുപോലെയാണ് എന്നുള്ളത്. അതിനെ ശരിവെക്കുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു. ഇവരുടെ എല്ലാം ഔട്ടായിപ്പോയി. ഇവരുടെ എല്ലാം മൈൻഡ് ഔട്ടായെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ വിചാരത്തിന് അവരാണ് അവിടുത്തെ ബെസ്റ്റ് ഗെയിമർ എന്ന് അവർ അങ്ങനെ പറയണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവർ എന്താണ് ഈ ഗെയിമിനെ കണ്ടിരിക്കുന്നത്, എന്താ വിലയിരുത്തുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഗെയിമിൽ എന്താണ് ഇവർ കാണിക്കുന്നത് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. ഇവർ കാണിക്കുന്നത് മൊത്തവും നെഗറ്റീവായിട്ടാണ് വെളിയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അത് നെഗറ്റീവാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്ത മണ്ടന്മാരാണ് ഇവന്മാര്. എന്നിട്ട് അവരിതുകൊണ്ട് പറയുന്നത് നമ്മളാണ് അവിടുത്തെ ബെസ്റ്റ് ഗെയിമേഴ്സ് എന്ന്. എനിക്കത് കേട്ടിട്ട് ചിരിയാ വന്ന്. പിന്നെയാണ് ഞാൻ ആലോചിച്ചത് ഇവരുടെയൊക്കെ മൈൻഡൊക്കെ ഔട്ടായി പോയി. സത്യത്തില് എന്താ ചെയ്യുന്നത്, എന്താ പ്രവർത്തിക്കുന്നത് ഒന്നും ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ല. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജയിലിൽ ഇതുപോലെ നമ്മുടെ അനീഷും അനുമോളും അവിടെ ടാസ്ക് ഒക്കെ ചെയ്തിങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് ജിസേലും ചീവിയുടെ രണയും കൂടി അതുവഴി നടന്നുകൊണ്ട് അനുവിനെ പേരെടുത്ത് വിളിച്ച് ടോർച്ചർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചൈനീസ് ഭാഷ കഴിഞ്ഞ ദിവസം അവരെ കൂടെ പ്ലാൻ ചെയ്തിട്ട് നീ പോടി പുല്ല് എന്നാണ് അതിന് അർത്ഥമെന്നാണ് അവിടെ ചൈനീസ് ഭാഷ ഇതിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്ത ബിന്നി ചൈനീസ് ഭാഷയെ പോടാ പുല്ല് എന്നുള്ളതിന്റെ ചൈനീസ് ഭാഷ ഇതാണെന്നുള്ളത്. അത് ഷൂഷൂഷ എന്തോ ഒരു സാധനം. അപ്പം അത് വിളിച്ചുകൊണ്ട് ഇപ്പോൾ ബുള്ളി ചെയ്യുകയാണ്. കൂടുതലും അത് വിളിച്ചുകൊണ്ടാണ് ഇപ്പോൾ രന ആ ജയിലിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ നടന്ന് അത് വിളിക്കുന്നുണ്ട്. അതുപോലെ ജിസേലും രനയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ശരിക്കും ടോർച്ചർ ചെയ്യുന്നുണ്ട് അനുമോളെ. പക്ഷെ അനുമോൾ അവിടെ മിണ്ടാതെ ഇരുന്ന് അനുമോളുടെ വർക്ക് ചെയ്യുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അനുമോൾക്ക് ഇനിയും സപ്പോർട്ട് കൂടത്തേ ഉള്ളൂ. എത്ര പേര് എന്തെല്ലാം ന്യായീകരണങ്ങൾ കൊണ്ടുവന്നിട്ട് അനുമോൾ അങ്ങനെ ചെയ്തു, അനുമോൾ ഇങ്ങനെ ചെയ്തു, അനുമോൾ ഫേക്കാണ്, ഇത് എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഇതൊക്കെ കാണുന്നവർ അനുമോൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വോട്ട് ചെയ്തു പോവും. ഓട്ടോമാറ്റിക്കായിട്ട് അനുമോളെ ഇഷ്ടപ്പെട്ടു പോവും. അതുപോലെയാണ് ഹരാസ് ചെയ്യുന്നത്. കിച്ചണിൽ ഉണ്ടായിരുന്നപ്പോ എത്ര ബഹളം
ബിന്നി ചേച്ചിനോട് ഷുഷു ഹാങ്ങിന്റെ അർത്ഥമൊക്കെ ചോദിക്കുന്നത്. ഷൂഷു ഹാങ് രാവിലെ ആദില നൂറ ബിന്നിയോട് പോയി ചോദിച്ചത് ഇതിന്റെ അർത്ഥം എന്താണെന്നുള്ളത്. എന്നുവെച്ചാൽ ബിന്നി അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇവരോട്, എന്നോട് വന്ന അർത്ഥം ചോദിച്ചു എന്നുള്ളത്. എന്നുവെച്ചാൽ ഇവരെല്ലാം കൂടെ ഒരു പ്ലാൻ ചെയ്തിട്ടാണല്ലോ ഈ പരിപാടികളൊക്കെ നടക്കുന്നത്. ഈ ബുള്ളിംഗ് ഗ്യാങ്ങിലുള്ള ഒരു വ്യക്തിയാണ് ഈ ബിന്നി. പക്ഷെ ബിന്നി അധികം അതിലേക്ക് അകത്തോട്ട് പോയി കളിക്കുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ വെളിയിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തു കൊടുത്തതിന്റെ ഫലമായാണ് ഷൂഷു ഹായ് എന്ന് പറഞ്ഞൊരു എന്തോ ഒരു സാധനം, ആ ഒരു സാധനം വെളിയിലേക്ക് വന്നത്. ഇപ്പോൾ അത് പിടിച്ചിട്ടാണ് ഇപ്പോൾ നമ്മളുടെ രണയുടെ കളി. ഇതുപോലെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു സാധനം എന്റെ ബിഗ് ബോസ് ചരിത്രത്തിൽ ഞാൻ കണ്ടില്ല. ജാസ്മീനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ സീസണിലെ ജാസ്മീൻ അല്ല, റോബിന്റെ സീസണിലുള്ള ജാസ്മീനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനൊന്നുമല്ല, അതൊക്കെ സ്റ്റാൻഡേർഡ് പ്ലേ ആയിരുന്നു, സ്റ്റാൻഡേർഡ് ഗെയിം ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പൊ ജാസ്മീനൊക്കെ ഈ റെനയെ വെച്ച് നോക്കിക്കഴിഞ്ഞാല് ഈ ജാസ്മീനൊക്കെ എന്തോ പാവമായിരുന്നു എന്ന് ഞാനിപ്പോ ആലോചിച്ചു പോകുന്നത്. അക്ബർ അക്ബർ അക്ബർക്ക ജയിലിലുള്ളവരോട് സംസാരിക്കരുത് കേട്ടോ. അക്ബർക്ക ജയിലിലുള്ളവരോട് സംസാരിക്കരുത് കേട്ടോ. ആദ്യമൊക്കെ രണയെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമൊക്കെ ആയിരുന്നു. നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഭയങ്കര സപ്പോർട്ടൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ എടുത്ത് നോക്കിയാണ്ടല്ലോ കമന്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തലയെ കൈവച്ചു പോകും. അതുപോലെ ഇറിറ്റേറ്റ് ആയി ജനങ്ങളുടെ മനസ്സിൽ നെഗറ്റീവായി ഒരു പണ്ടാരം അടങ്ങിയിരിക്കുന്ന ഒരു സാധനം എന്ന് വെച്ചാല് ജനങ്ങൾ അത്രമാത്രം വെറുത്ത് പണ്ടാരം അടങ്ങി ഈ രണയെ കൊണ്ട്. ഷുഷു ഹാങ് എന്നാണ് പറയുന്നത്. എനിക്കിതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയില്ല. എനിക്കെന്തായാലും കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല. പക്ഷെ അവരവിടെ സംസാരിച്ചത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് പോടി പുല്ല്, നീ പോടി പുല്ല് എന്നാണ് അവിടെ പറഞ്ഞത്. ഇത്രമാത്രം ഒരാളെ ഇറിറ്റേറ്റ് ചെയ്ത് ഇത്രമാത്രം ഒരാളെ ഹരാസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓരോരുത്തരും അവരവരുടെ ഫാനായി പോവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനിമോൾ ഗെയിം കളിച്ചിട്ടോ അല്ലെങ്കിൽ വലിയൊരു ഗെയിം പ്ലെയർ ആയിട്ടോ വലിയൊരു ബിഗ് ബോസിന് മെറ്റീരിയൽ ആയിട്ടോ ഒന്നും അല്ല. പക്ഷെ ഇവന്മാരുടെ മണ്ടത്തരം കാരണം, ഇവന്മാരുടെ മണ്ടത്തരത്തിന്റെ അങ്ങേ അറ്റം കാരണമാണ് ഈ പറയുന്ന അനിമോള് ഒരു റാണിയായി വാഴാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി വരുന്ന വൈൽഡ് കാർഡുകള് നല്ല രീതിയിൽ കളിച്ചില്ലെങ്കിൽ അവരും ഇതുപോലൊക്കെയാണ് ടാർഗറ്റിംഗ് എന്നുണ്ടെങ്കിൽ, അനിമോളെ ഇങ്ങനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അനിമോളെ മാത്രം ടാർഗറ്റ് ചെയ്താണ് അവരും കളിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ എടുത്ത് കപ്പ് കൈ കൊടുത്താൽ മതി അനിമോളുടെ. അനിമോൾ അവിടെ ഒരു ഫിസിക്കൽ അസാൾട്ട് ഒന്നും ചെയ്തില്ലെങ്കിൽ. കഴിഞ്ഞ ദിവസമാണ് അനിമോളുടെ ഒരു കിറ്റ് കാണാനില്ലെന്ന് പറഞ്ഞിട്ട് അനിമോൾ ഇപ്പോഴും തപ്പി നടപ്പുണ്ട്, കിറ്റ് എവിടെ എന്ന്. ആ കിറ്റ് അടിച്ചു മാറ്റിയത് ആരാണെന്ന് വെച്ചാൽ ആര്യനാണ്. അത് പറയാൻ കാര്യം, നിവീൻ പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷം നെവീനെ വിളിച്ചിട്ട് ഈ പറയുന്ന ആര്യൻ ചെവിയിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ആദ്യം നമുക്ക് അതൊന്ന് കേൾക്കാം. നീ വേറെ കളർ ഉണ്ടായില്ല, ഞാൻ നിന്റെ ലെഗസി ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. വേറെ കാര്യമുണ്ട് പറയട്ടെ, ആളും പറയില്ല, മാത്രം പ്രോമിസ്. അങ്ങനെ തന്നെ വേണം. എനിക്ക് വേണ്ടി അങ്ങനെ ചെയ്യണം. അനുമോളുടെ കിറ്റ് എടുത്ത് ഞാൻ അപ്പുറത്തോട്ട് എറിഞ്ഞു. ബോഡി വാഷ് ഉൾപ്പെടെ അതിനകത്ത് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഒരാളുടെ പേഴ്സണൽ സാധനം അങ്ങനെ എടുത്ത് ബിഗ് ബോസ് ഹൗസിന്റെ വെളിയിലേക്ക് എറിയാൻ, ബിഗ് ബോസ് ഹൗസിന്റെ വെളിയിലേക്കാണെങ്കിൽ, ബിഗ് ബോസ് അങ്ങനെയാണെങ്കിൽ ഞാൻ പറയണം, ഇവൻ പറഞ്ഞതനുസരിച്ച് വെളിയിലേക്ക് എറിഞ്ഞു എന്നാണ്. അപ്പൊ ഉറപ്പായിട്ടും അത് ബിഗ് ബോസ് ഹൗസിന് ഉള്ളിലായിരിക്കാൻ സാധ്യത കുറവാണ്, വെളിയിലേക്കാണ് എറിഞ്ഞിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരാളുടെ പേഴ്സണൽ ഐറ്റം എടുത്ത് ബിഗ് ബോസ് ഹൗസിന് വെളിയിലേക്ക് എറിയാൻ ആരാണ് ഇവന് അധികാരം കൊടുത്തത്? അങ്ങനെ ഒരാളുടെ ഐറ്റം എടുത്ത് കളയാൻ പറ്റുമോ? അത് ബിഗ് ബോസ് കൊടുത്തതൊന്നുമല്ല, അവര് പൈസ മുടക്കി വെളിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അവരെ അകത്ത് ഉപയോഗിക്കാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനമാണ് എടുത്ത് വെളിയിലേക്ക് ആര്യൻ എടുത്ത് എറിഞ്ഞിരിക്കുന്നത്. ഉറപ്പായിട്ടും ലാലേട്ടൻ ഇത് ചോദിക്കണമെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇല്ലെങ്കിൽ ഇത് കാണിക്കണം ഈ എറിഞ്ഞിരിക്കുന്നത്, എന്നിട്ട് തക്കതായ ശിക്ഷ കൊടുക്കുക തന്നെ വേണം. ഞാൻ പറഞ്ഞിട്ട് ആര്യൻ ഇപ്പൊ ഇനി അവിടെ കാണുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ എവിക്റ്റ് ആയി പോയേക്കാം. ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് എവിക്റ്റ് ആകാൻ സാധ്യത കൂടുതലുള്ള ഒരു മത്സരാർത്ഥി തന്നെയാണ് ആര്യൻ. അഥവാ എവിക്റ്റ് ആയില്ലെങ്കിലും ഇത് കാണിക്കണം. ഈ എറിഞ്ഞിരിക്കുന്നത് കാണിച്ച്, അത് ഒരാളുടെ പേഴ്സണൽ തിങ്സ് ആണ്. ബിഗ് ബോസ് ഹൗസിന് വെളിയിലേക്ക് എറിയാൻ ഇവന് ഒരു അധികാരം കൊടുത്തിട്ടില്ല. ബിഗ് ബോസ് എന്തായാലും അത് നമ്മളെ കാണിച്ചിട്ടില്ല. ഇനിയിപ്പം ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ കാണിക്കാൻ വെച്ചിരിക്കുന്നതായിരിക്കാം. അപ്പൊ ഞാൻ പറയുന്നത്, ഇവിടെയുള്ള ബാക്കിയുള്ളവരെല്ലാം ഈ ഒരു റാണിയെ വളർത്തിക്കൊണ്ട് വരുന്നതാണ് ഞാൻ പറയുന്നത്. ബിഗ് ബോസ് എന്ന ഗെയിം കണ്ടിട്ടാണ് വന്നത്. ഇത്ര സീസൺ മുതൽ ഇത്ര സീസൺ വരെ കണ്ടിട്ട് പഠിച്ച് അരച്ച് കുടിച്ച് കലക്കിയിട്ട് വന്ന ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നത്. അവിടെ ഇരിക്കുന്ന ഒരുമാതിരിപ്പെട്ടവരെല്ലാം വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കളിക്കുന്നതാണ് ഗെയിം, ജനങ്ങൾ ഞങ്ങളെയാണ് ഇഷ്ടപ്പെടുന്നത്, ഞങ്ങൾ ഈ കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് കറക്റ്റ് ഗെയിം എന്നാണ്. ഞാനത് എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് അക്ബറും അപ്പാനിയും അവര് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അവരാണ് അവിടുത്തെ ബെസ്റ്റ് പ്ലെയേഴ്സ് എന്നാണ്. ഇതുപോലെ മണ്ടന്മാരില്ല എന്നുള്ളതാണ് വെളിയിൽ എല്ലാവരും പറയുന്നത്, നമ്മൾ ഉൾപ്പെടെ. വെച്ചാല് മണ്ടന്മാരുടെ രാജാക്കന്മാരെ ഇവന്മാർ രണ്ടുപേരും, ഒരു ബോധവും പൊക്കണവും വിവരവും ഇല്ലാത്തവന്മാര്. എങ്ങനെ പറയാതിരിക്കും? ഇവന്മാരവിടെ കാണിച്ചു കൂട്ടുന്നത് അങ്ങനെയുള്ളതല്ലയോ?
അങ്ങനെ ആവുമ്പോൾ എന്ത് ചെയ്യും? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനുമോളെ സപ്പോർട്ട് കൂടും. ഇപ്പൊ ആരൊക്കെ എന്തൊക്കെ വീഡിയോ ചെയ്ത് നെഗറ്റീവ് ആക്കാൻ ശ്രമിച്ചാലും ഇത് കാണുന്ന കുടുംബ പ്രേക്ഷകരുണ്ട്. ഈ ടെലിവിഷനിൽ മാത്രം എപ്പിസോഡ് കാണുന്നവരുണ്ട്. ഞാൻ ഇന്നലെയും പറഞ്ഞു, എപ്പിസോഡ് മൊത്തം അനുമോൾക്ക് അനുകൂലമായിട്ടാണ് പോകുന്നത്. ഇതെല്ലാം എപ്പിസോഡ് കാണുന്നവർക്കറിയാം. എന്നിട്ട് ഈ എപ്പിസോഡിനെ എടുത്ത് വളച്ച് ഓടിച്ച് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതിന്റെയൊക്കെ ലക്ഷ്യം എന്താണെന്ന് ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്തോ ആയിക്കോട്ടെ, ഇവരൊക്കെ എന്തൊക്കെ കാണിച്ചിട്ടുണ്ടെന്നും എന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്നും ഒക്കെ നമുക്കും അറിയാം. പിന്നെ ഇതൊക്കെ അവർക്കൊരു തൊഴിലായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അവരുടെയൊക്കെ കൂട്ടുകാരൊക്കെ ഇനി വൈൽഡ് കാർഡായിട്ട് ഇനി കയറാനുണ്ടല്ലോ. അപ്പൊ അവരുടെയൊക്കെ ആൾക്കാർ കയറുമ്പം ഇനി മാറ്റി പറയാമല്ലോ. എന്നുവെച്ചാൽ ഞാൻ കഴിഞ്ഞ വട്ടം പറഞ്ഞിരുന്നു, കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അക്ബറിനെ പൊക്കി പറയും, അപ്പാനിയെ ഇനി ബൂസ്റ്റ് ചെയ്ത് പറയും. അങ്ങനെ ഓരോരുത്തരെ ഇനി ബൂസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അവരുടെ ലക്ഷ്യം അനുമോളാണ്. അനുമോളെ ലക്ഷ്യം വെക്കുന്നതിനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനി അവരുടെ കൂട്ടുകാരായ വൈൽഡ് കാർഡ് കയറുമ്പോഴത്തേക്ക് അവർക്കൊരു സ്പേസ് അവിടെ ഉണ്ടാക്കി കൊടുക്കണം. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനിയുള്ള റിവ്യൂസ് ഒക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാകും. അവർക്ക് അനുമോളെ ഇങ്ങനെ ഇട്ട് ഇത്രയും പേര് ചേർന്ന് ടോർച്ചർ ചെയ്യുന്നതോ ഒന്നും അവർക്ക് വിഷയമല്ല. അവര് പറയുന്നത് വെച്ചിട്ട് ബാക്കിയുള്ളവർ ചെയ്യുന്നതാണ് ശരി. എന്തായാലും നമ്മുടെ ശരി ഇതാണ്. നമുക്ക് ഞാൻ റിവ്യൂ ചെയ്യുമ്പോൾ എനിക്ക് എന്താണ് ശരി എന്ന് തോന്നുന്നത് അത് നിഷ്പക്ഷമായിട്ട് പറയാനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. അതിൽ ചിലപ്പോൾ അനുമോളുടെ PR ആണെന്നൊക്കെ എന്നെ പറയാം. എന്നാലും എനിക്ക് വിഷയമേ അല്ല. ഞാൻ ഒരാളുടെ PR എടുക്കേണ്ട ആവശ്യം എനിക്കില്ല. പക്ഷെ ഞാൻ കാണുന്നത് ഞാൻ പറയും. അനുമോൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തെറ്റാന്ന് തന്നെ പറയും. പക്ഷെ ഇത്രയും പേര് കൂട്ടത്തോടെ ആക്രമിക്കുന്നതൊന്നും ന്യായീകരിച്ച് വീഡിയോ ചെയ്യാനൊന്നും എന്നെ കിട്ടത്തില്ല. അതൊക്കെ ന്യായീകരിച്ച് അങ്ങ് മെഴുകി അവര് ചെയ്തത് ഇങ്ങനെയാണ്, ജിസേലാണ് മിടുക്കി, ജിസേലാണ് അവിടുത്തെ സ്ട്രോങ് പ്ലെയർ എന്നൊക്കെ പറയുന്ന അവരെയൊക്കെ കുറിച്ച് ഓർക്കുമ്പോഴുണ്ടല്ലോ, അവരെ വിശ്വസിക്കാൻ കുറെ പേര് അവരുടെ വീഡിയോസ് കണ്ടിട്ട് അവരുടെ താഴെ പോയി കമന്റ് ചെയ്യുന്ന കുറെ പേരുണ്ട്. പക്ഷെ അവരുടെ കമന്റിലൊക്കെ കയറി നോക്കിയാൽ അറിയാം, അത് മനസ്സിലാക്കിക്കൊണ്ട് കമന്റ് ചെയ്യുന്നവരും ഉണ്ട്. ഓക്കെ, അത് ജിസേലൊക്കെയാണ് അവരുടെ മനസ്സിലെ സ്ട്രോങ് പ്ലെയർ. ജിസേൽ ഒരിക്കലും സ്ട്രോങ് പ്ലെയർ അല്ലെന്ന് ഞാൻ പറയുന്നില്ല. ജിസേൽ നല്ല സ്ട്രോങ് പ്ലെയർ ആണ്. പക്ഷെ ക്രൂക്കഡ് മൈൻഡ് ആണ്. ആ ക്രൂക്കഡ് മൈൻഡ് പലർക്കും പല സാഹചര്യത്തിൽ വെളിയിൽ വന്നിട്ടുണ്ട്. അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ജിസേലിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യും. അത് കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ. കാരണം മറ്റൊന്നുമല്ല, വൈൽഡ് കാർഡ് കയറി കഴിയുമ്പോൾ അതങ്ങ് നിൽക്കും. എന്ന് വെച്ചാൽ അവർക്ക് വേണ്ടപ്പെട്ടവരൊക്കെ കയറുന്നുള്ളത് കൊണ്ട്. അനുമോളെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, അനുമോൾ ഒരു വലിയ ഗെയിമറോ അല്ലെങ്കിൽ വലിയ ടാസ്ക് ഒക്കെ ജയിക്കുന്ന ആളോ ഒന്നുമല്ല. പക്ഷെ ഇത്രയും പേര് അനുമോളെ ഇങ്ങനെ കോർണർ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും സപ്പോർട്ട് കൂടത്തേ ഉള്ളൂ. ഇപ്പൊ ഞാൻ പറയുന്നതുകൊണ്ട് ഇപ്പൊ ആരും അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ ആരോടും പറയത്തില്ല, ഞാൻ പറയുന്നത് കേട്ടിട്ടൊന്നും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണ്ട. ഒരിക്കലും ഞാൻ പറഞ്ഞ കേട്ട് നിങ്ങൾ ആരെയും സപ്പോർട്ട് ചെയ്യാനും നിൽക്കരുത്. കാരണം നിങ്ങൾ തന്നെ നിങ്ങളെ മനസാക്ഷിയോട് ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ആ ഗെയിമിനെ വിലയിരുത്തുക, 24/7 കാണുക, അല്ലെങ്കിൽ എപ്പിസോഡുകൾ കാണുക. നിങ്ങൾക്ക് അതിൽ ആരെയാണ് ഇഷ്ടം നിങ്ങൾ അവരെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അല്ലാതെ നമ്മൾ PR എടുത്തിട്ട് ഇന്ന ആൾക്ക് തന്നെ നിങ്ങൾ വോട്ട് ചെയ്യണം, ഇന്ന ആൾക്ക് തന്നെ ചെയ്യണം നമ്മൾ പറയത്തില്ല. എന്നാൽ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ, നിലവിലെ സാഹചര്യത്തിൽ ഞാൻ അനുമോളെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഞാൻ സപ്പോർട്ട് എന്ന് പറഞ്ഞ് മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്യണ്ട. കാരണം സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങളുടേതായ ഇഷ്ടമാണ്. കാരണം ഇവരെല്ലാവരും കൂടി ഒരാളെ കോർണർ ചെയ്യുമ്പോൾ അത്രമാത്രം അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട്, ഇത്രയും ദിവസത്തിനിടയിൽ 10-25 ദിവസമേ ആയുള്ളൂ, അത്രയും ദിവസത്തിനിടയിൽ ഇത്രയും അനുഭവിച്ചിട്ടുള്ള ഒരു പെൺകുട്ടി ആ ബിഗ് ബോസ് ഹൗസിനകത്ത് ഇല്ല. അതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ പിച്ചി മാന്തി നുള്ളി ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ എടുത്തു കാണിച്ചിട്ട് അനുമോൾ ഇങ്ങനെ ചെയ്തത് നിങ്ങൾ കണ്ടില്ലേ, അനുമോൾ അങ്ങനെ ചെയ്തത് കണ്ടില്ലേ എന്നൊക്കെ പറയുന്ന കുറെ പേരെ പോലൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. എന്താണെങ്കിലും തെറ്റാണെങ്കിൽ, അതുപോലുള്ള തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തെറ്റെന്ന് പറയും. പക്ഷെ ഇപ്പോൾ ഈ ബുള്ളിംഗ് ഗ്യാങ് കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്, ഏറ്റവും വലിയ ഹരാസിങ്, ഏറ്റവും വലിയ മണ്ടത്തരവും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മണ്ടത്തരം കാരണമാണ് പറയുന്ന അനുമോള് ഒരു റാണിയായിട്ട് വാഴാൻ പോകുന്നത്. ഇനി ഇതുവരെയുള്ള ദിവസങ്ങളിലെ കാര്യം ഞാൻ പറഞ്ഞത്. ഇനി മുന്നോട്ട് അനുമോൾ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ഇന്ന് വരെയുള്ള ദിവസങ്ങളിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ കണ്ടിടത്തോളം അനുമോൾക്ക് നല്ല സപ്പോർട്ട് കൂടിയിട്ടുണ്ട്. അത് ഇനിയും കൂട്ടാൻ ഇവരൊന്നും കൂടെ വിചാരിച്ചാൽ നടക്കും. എന്ന് വെച്ചാൽ മെയിൻ PR എന്ന് പറയുന്നത്, അനുമോളുടെ മെയിൻ PR എന്ന് പറയുന്നത് ഈ അക്ബറും അപ്പാനിയും ഈ പറഞ്ഞ ബുള്ളിംഗ് ഗ്യാങ്ങിലെ ഈ 6 പേരുമാണ്. ഈ 6 പേരും കൂടി ചേർന്ന് നല്ല അവിടെ PR വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ PR വർക്കിന്റെ കാരണത്താൽ അനുമോൾക്ക് സപ്പോർട്ട് കൂടിക്കൊണ്ടേയിരിക്കും. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.